ഏത്തയ്ക്ക ഉപ്പേരി വീട്ടിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഏത്തയ്ക്ക തൊലി കളഞ്ഞെടുക്കുക. മുകളും താഴും ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് വരഞ്ഞെടുക്കുക. എന്നിട്ട് ഓരോരോ പാളിയായിട്ട് മുറിച്ചെടുത്താൽ മതി. എന്നിട്ട് മുറിച്ച ഏത്തയ്ക്ക മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളത്തിൽ മുക്കി വയ്ക്കുക. അല്ലെങ്കിൽ അതിൻ്റെ കളറ് മാറിക്കിട്ടും. എല്ലാ ഏത്തയ്ക്കയുടെയും തൊലി എടുത്തതിന് ശേഷം വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്ന ഏത്തയ്ക്കയിൽ ഇതുപോലെ ചെറിയ കറുപ്പ് കളറുണ്ടെങ്കിൽ അതും കൂടെ ചുരണ്ടിയെടുത്ത് ഒരു തുണി വെച്ചോ ടിഷ്യൂ വെച്ചോ തുടച്ച് നന്നായിട്ട് ഉണക്കാനായിട്ട് വയ്ക്കുക. ഏത്തയ്ക്കയുടെ തൊലി കളയേണ്ട, അത് വെച്ചും നമുക്ക് കറി ഉണ്ടാക്കാം. ഇതിലേക്ക് ഒരു ഉപ്പുവെള്ളം കൂടെ തയ്യാറാക്കി എടുക്കുക. എണ്ണയിൽ നേരിട്ട് ഉരച്ചിടാൻ പേടിയുള്ളവർ ഇതുപോലെ തട്ടത്തിൽ ഇതുപോലെ ഉരച്ചെടുത്തിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുക. ഇല്ലെങ്കിൽ നേരിട്ട് തന്നെ നല്ല ചൂടുള്ള എണ്ണയിൽ വേണം ഏത്തയ്ക്ക അരിഞ്ഞിടാനായിട്ട്. ഇപ്പോൾ ഗ്രേറ്റർ ഇല്ലാത്തവർക്ക് കത്തി വെച്ച് അരിഞ്ഞെടുത്തിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ നേരിട്ട് തന്നെ എണ്ണയിലേക്ക് ഗ്രേറ്റർ ഉപയോഗിച്ച് അരിഞ്ഞിടുക. ഇതാണ് കുറച്ചും കൂടെ എളുപ്പം രീതി. ഇത് നന്നായിട്ട് ഒച്ച അടങ്ങുന്നത് വരെ വറുത്തെടുക്കുക. ഒച്ച അടങ്ങിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉപ്പുവെള്ളത്തിൽ നിന്ന് ആദ്യത്തെ ബാച്ചിൽ 2 ടീസ്പൂൺ ഒഴിക്കാം. പിന്നെ ഉപ്പിൻ്റെ അംശം നോക്കിയിട്ട്, കാരണം എണ്ണയിലും ശകലം ഉപ്പുമയം കാണും, അപ്പോൾ അത് നോക്കിയിട്ട് 1 സ്പൂൺ ഒഴിച്ചാലും മതി. ഉപ്പുവെള്ളം ഒഴിച്ചിട്ടും ഒച്ച അടങ്ങുന്നത് വരെ വറുത്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വറുത്തെടുത്ത ചിപ്സ് കുറച്ച് കഴിയുമ്പം അതിൻ്റെ ക്രിസ്പിനെസ് മാറിയിട്ട് തണുത്ത് പോവും. ഇതുപോലെ നന്നായിട്ട് ഒച്ച അടങ്ങിയതിന് ശേഷമേ വറുത്ത് കോരാൻ പാടുള്ളൂ. ഇതുപോലെ ഒച്ച അടങ്ങിയതിന് ശേഷം വറുത്ത് കോരി മാറ്റി വയ്ക്കുക. മഞ്ഞവെള്ളത്തിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് ചിപ്സിന് നല്ല മഞ്ഞ കളറ് കിട്ടുകയും ചെയ്യും. ഇനി കത്തി വെച്ച് അരിഞ്ഞിരിക്കുന്നതാണെങ്കിൽ ആ രീതിയിൽ അരിഞ്ഞ് ഇതുപോലത്തെ ഏത്തക്ക ചിപ്സും നമ്മൾ ആദ്യം തയ്യാറാക്കി അതേ രീതിയിൽ വറുത്ത് കോരി എടുക്കുക. നല്ല മുരുമുരാന്നിരിക്കുന്ന ഏത്തക്ക ചിപ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ശുദ്ധമായിട്ട് ഉള്ള വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കുക. എല്ലാവരും ഈ രീതിയിലൊന്ന് ചിപ്സ് തയ്യാറാക്കി നോക്കുക. ഇത് നമ്മൾ തണുത്തതിന് ശേഷം പാത്രത്തിൽ വെച്ച് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യാം.